ഹലോ സുഹൃത്തുക്കളെ, ഇന്റർനെറ്റ് സുരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. യാതൊരു ടെക്നിക്കൽ ജാർഗണുമില്ലാതെ വളരെ ലളിതമായി ഫയർവാൾ എന്ന സാങ്കേതിക വിദ്യയെ ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുകയാണ്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ നിമിഷം നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലോ? നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. ഇന്റർനെറ്റ് എന്ന ഈ വലിയ ലോകത്ത് ആർക്കും കാണാൻ കഴിയാത്ത ഒരുപാട് പേർ നമ്മുടെയൊക്കെ നെറ്റ്വർക്കുകളിൽ എപ്പോഴും പതുങ്ങിയിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആദ്യം തന്നെ ഈ മറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ശരിക്കൊരു വലിയ വനം പോലെയാണ്. എവിടെ നിന്നാണ് ആക്രമണം വരിക എന്ന് പറയാൻ പറ്റില്ല. ഹാക്കർമാരും വൈറസുകളുമൊക്കെ എപ്പോഴും അവിടെയുണ്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ, ഈ സൈബർ ആക്രമണങ്ങൾക്ക് ഒരിക്കലും ഉറക്കമില്ല. അതെ, 24x7. നമ്മൾ സുഖമായി ഉറങ്ങുമ്പോഴും അവരുണർന്നിരിക്കുകയാണ്. ദിവസത്തിലെ 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും നമ്മുടെ ഡിജിറ്റൽ കണക്ഷനുകളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നുഴഞ്ഞു കയറാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് അവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? ഉത്തരം വളരെ സിമ്പിളാണ്: നിങ്ങളുടെ ഡേറ്റ. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധി അതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡുകൾ, സ്വകാര്യമായ ഫോട്ടോകൾ, പ്രിയപ്പെട്ടവർക്ക് അയക്കുന്ന മെസ്സേജുകൾ, ഇതൊക്കെ ഒരു ഹാക്കറെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിലൊരു സ്വർമ്മക്കനിയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? അവിടെയാണ് നിങ്ങളുടെ സ്വന്തം ഡിജിറ്റൽ കോട്ടയുടെ പ്രസക്തി വരുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ സ്മാർട്ട് ഫോൺ വെറുമൊരു ഡിവൈസ് മാത്രമല്ല, നിങ്ങളുടെ സ്വകാര്യ ജീവിതം മുഴുവൻ അടങ്ങിയിട്ടുള്ള ഒരു വലിയ രാജകൊട്ടാരമാണ് എന്ന് സങ്കൽപ്പിക്കുക. ഈ കോട്ടയ്ക്ക് ശക്തമായ കാവൽക്കാർ വേണ്ടേ? തീർച്ചയായും വേണം. ഇവിടെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഫയർവാൾ എന്ന ഹീറോയുടെ എൻട്രി. വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ ഈ ഡിജിറ്റൽ കോട്ടയുടെ മെയിൻ ഗേറ്റിലെ ചീഫ് സെക്യൂരിറ്റി ഗാർഡാണ് ഫയർവാൾ. അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ഓരോ ചെറിയ വിവരങ്ങളുടെയും ID കാർഡ് കൃത്യമായി പരിശോധിച്ച് എൻട്രി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ കാവൽക്കാരനാണ്. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. സുരക്ഷയില്ലാത്ത ഒരു ഉപകരണവും സുരക്ഷയുള്ള ഉപകരണവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം. ഫയർവാളില്ലാത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് വാതിലുകൾ മലർക്കെ തുറന്നിട്ട ഒരു വീട് പോലെയാണ്. വഴി പോകുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാം, ഒരു തടസ്സവുമില്ല. എന്നാൽ ഒരു ഫയർവാൾ ഉള്ള ഉപകരണം കൃത്യമായ പരിശോധനകളിലൂടെ മാത്രം ആളുകളെ കടത്തിവിടുന്ന ശക്തമായ കാവലുള്ള ഒരു യഥാർത്ഥ കോട്ട പോലെയാണ്. അവിടെ പച്ചക്കൊടി കിട്ടിയവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇനി ഈ ഫയർവാൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. പേടിക്കണ്ട, വലിയ ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ സഞ്ചരിക്കുന്നത് ഡേറ്റാ പാക്കറ്റുകളായിട്ടാണ്. കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഇതിനെ നമുക്ക് നമ്മുടെ സാധാരണ പോസ്റ്റൽ കത്തുകളോട് ഉപമിക്കാം. നിങ്ങളുടെ വീട്ടിലേക്ക് പലതരം കത്തുകളും പാഴ്സലുകളും വരാറില്ലേ? എക്സാക്ട്ലി അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ പുറത്തുനിന്നും ധാരാളം ഡിജിറ്റൽ കത്തുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കും ഫോണിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫയർവാൾ ഗാർഡ് എന്താണ് ചെയ്യുന്നത്? കൃത്യമായ 3 ഘട്ടങ്ങളിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. സ്റ്റെപ്പ് 1: വരുന്ന ഓരോ ഡിജിറ്റൽ കത്തും ഫയർവാൾ വിശദമായി വിശകലനം ചെയ്യും. സ്റ്റെപ്പ് 2: തന്റെ കയ്യിലുള്ള സുരക്ഷാ നിയമങ്ങളുടെ, അതായത് റൂൾസ് ലിസ്റ്റുമായി അത് ഒത്തുനോക്കും. ഇത് വന്നിരിക്കുന്നത് സേഫായ സ്ഥലത്തു നിന്നാണോ എന്ന് ഉറപ്പുവരുത്തും. ഇനി ഫൈനൽ സ്റ്റെപ്പ്: ആ നിയമങ്ങൾ വെച്ച് ഈ ഡേറ്റയെ അകത്തേക്ക് കടത്തിവിടണോ അതോ അവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യണമെന്ന് 1 സെക്കൻഡിനുള്ളിൽ തീരുമാനിക്കും. എങ്ങനെയുണ്ട്? ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫയർവാൾ എപ്പോഴും നല്ലതിനെയും ചീത്തയെയും കൃത്യമായി വേർതിരിക്കുന്നു എന്നതാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും വാർത്തകൾ വായിക്കാനുമെല്ലാം ഫയർവാൾ സന്തോഷത്തോടെ അനുവാദം തരും. പക്ഷേ ആ കൂട്ടത്തിൽ ഒളിഞ്ഞുവരുന്ന അപകടകാരികളായ വൈറസുകളെയും ഹാക്കർമാരെയും കോട്ടയുടെ പടിവാതിൽക്കൽ വെച്ച് തന്നെ അത് ബ്ലോക്ക് ചെയ്യുന്നു. ഗുഡ് ഗൈസിന് എൻട്രി, ബാഡ് ഗൈസിന് എക്സിറ്റ്, അത്രയുള്ളൂ. ശരി, അപ്പോൾ ഫയർവാൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ഇന്റർനെറ്റ് സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രായോഗിക നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ കേട്ടപ്പോൾ ഇനിയിപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടി പുതിയ സോഫ്റ്റ്വെയർ വല്ലതും കാശ് കൊടുത്ത് വാങ്ങണമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം സുരക്ഷിതമാക്കാനുള്ള പ്രധാന ടൂളുകൾ ഇതിനകം തന്നെ നിങ്ങളുടെ കൈവശം തന്നെയുണ്ട്. ഇന്നത്തെ മിക്കവാറും എല്ലാ സ്മാർട്ട് ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും അവരുടേതായ ഇൻബിൽറ്റ് ഫയർവാളുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മളതൊന്ന് എടുത്തുപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ സുരക്ഷയ്ക്കായി ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. 1: നിങ്ങളുടെ ഡിവൈസിലെ ഇൻബിൽറ്റ് ഫയർവാൾ ഓണാണോ എന്ന് സെറ്റിംഗ്സിൽ പോയി ഉറപ്പുവരുത്തുക. 2: സോഫ്റ്റ്വെയറുകൾ എപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ചോദിച്ചാലും മടികൂടാതെ അത് അപ്പോൾ തന്നെ ചെയ്യുക. 3: ഇന്റർനെറ്റിലോ വാട്സാപ്പിലോ മറ്റോ വരുന്ന കണ്ടാൽ സംശയം തോന്നുന്ന ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ശീലമാക്കിയാൽ തന്നെ വലിയൊരു ശതമാനം ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട്
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങളുടെ സിസ്റ്റം അപ്ഡേറ്റുകൾ ഒരിക്കലും മാറ്റിവയ്ക്കരുത് എന്നതാണ്. ഈ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിജിറ്റൽ കോട്ടയുടെ മതിലിൽ കാലക്രമേണ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ സിമന്റ് വെച്ച് അടയ്ക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ആ അപ്ഡേറ്റ് ചെയ്യാൻ വൈകുന്തോറും ഹാക്കർമാർക്ക് ആ വിള്ളലുകളിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറാൻ സാധിക്കും. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തെത്തി നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഡിജിറ്റൽ കോട്ട നാളത്തെ ആക്രമണങ്ങളെ നേരിടാൻ പൂർണ്ണമായും സജ്ജമാണോ? നമ്മുടെ ഈ വിശകലനം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഡിവൈസ് സെറ്റിംഗ്സ് ഒന്ന് പരിശോധിക്കുക. കാരണം നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അറിവ് നേടുക, അത് പ്രാവർത്തികമാക്കുക. ഈ ഡിജിറ്റൽ ലോകത്ത് എപ്പോഴും സുരക്ഷിതരായിരിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.